ചെങ്കോട്ട ഭീകരാക്രമണത്തിലെ പ്രതികൾ ഇന്ത്യയിലെ ഒരു പ്രധാന കോഫി ഷോപ്പ് ശൃംഖലയും ലക്ഷ്യമിട്ടിരുന്നതായി റിപ്പോർട്ട്. ജൂതനായ ഒരാൾ സ്ഥാപിച്ച ആഗോള കോഫി ഷോപ്പ് ശൃംഖലകളാണ് ലക്ഷ്യമിട്ടത്. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകുകയായിരുന്നു ലക്ഷ്യമെങ്കിലും ഭീകര സംഘത്തിലെ ഡോക്ടർമാരുടെ ഇടയിലെ ഏകാഭിപ്രായം ഇല്ലാതിരുന്നതാണ് ഈ ആക്രമണം നടക്കാതിരിക്കുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് വിവരം. ഡോക്ടർ മുസമ്മിൽ, ഡോക്ടർ അദീൽ എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. നോബൽ മാരിക്കാരനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. നോബൽ, ഡോക്ടർ സംഘത്തെ ചോദ്യം ചെയ്തതിൽ നിന്ന് എന്തൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്? ഏത് കോഫി ഷോപ്പ് ശൃംഖലയാണ് ഇവർ ലക്ഷ്യമിട്ടത്? വിവിധ ചെങ്കോട്ട ഭീകര ആക്രമണം ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഡോക്ടർമാർ, പ്രത്യേകിച്ച് മുസമ്മിൻ, ഡോക്ടർ ആദിൽ, ഷഹീൻ അടക്കമുള്ള ആളുകൾ NIA കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇവരെ ചോദ്യം ചെയ്തതിന് കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട കോഫി ശൃംഖല, അതായത് ജൂതനായ ഒരാൾ സ്ഥാപിച്ചൊരു കോഫി ശൃംഖല എന്നാണ് ഇപ്പോൾ ഏജൻസി ഇതിനെ കോട്ട് ചെയ്യുന്നത്. അത്തരത്തിലൊരു കോഫി ശൃംഖലയെ ആക്രമിക്കാനുള്ള പദ്ധതി ഇവർ ഇട്ടിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ ഈ ആക്രമണ പദ്ധതി എന്ന് പറയുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അവരുടെ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായി, ഇസ്രായേൽ സേനയ്ക്കുള്ള മറുപടിയായാണ് ഇങ്ങനൊരു ആക്രമണ പദ്ധതി ഇവർ ഇട്ടത്. പക്ഷേ ഇതിൽ ഏകാഭിപ്രായം ഈ ഡോക്ടർമാരടങ്ങുന്ന വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിന് ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഉമർ നബി ഇത്തരത്തിൽ ഈ ചെങ്കോട്ടയിൽ സ്ഫോടനം നടത്തി പൊട്ടിത്തെറിച്ച ഉമർ നബിയുടെ ഈ നിലപാടിനോട് ഡോക്ടർ മുസമ്മിനും ആദിലിനും ഷഹീനും എതിരഭിപ്രായം ഉണ്ടായിരുന്നു. ഇവരുടെ താല്പര്യം എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ട് സുരക്ഷാ സേനയ്ക്ക് എതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുക, അത്തരത്തിൽ ഉള്ള നീക്കങ്ങളായിരുന്നു ഇവർ ലക്ഷ്യമിച്ചത്. പക്ഷേ ഇതിൽ ഉമർ നബി അടക്കമുള്ളവർ പദ്ധതിയിട്ടിരുന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഈ കോഫി ഷോപ്പിന്റെ ബ്രാഞ്ചുകളിലെല്ലാം സ്ഫോടനം നടത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഏകാഭിപ്രായം ഉണ്ടാകാതെ വന്നതോടെയാണ് ഈ പദ്ധതി പാളിപ്പോയത് എന്ന സൂചനയാണ് ഇപ്പോൾ NIA നൽകുന്നത്. അതോടൊപ്പം തന്നെ പല തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഇവർക്ക് നേരത്തെ തന്നെ ബന്ധം ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അൽഖ്വയ്ദയിലെ ഇന്ത്യൻ ആഭിമുഖ്യമുള്ള സംഘടനയായ അൻസാർ ഗസ്വത് ഉൽ ഹിന്ദിനെ സജീവമാക്കാനുള്ള നീക്കം ഇവർ നടത്തിയിരുന്നു എന്നതാണ്. എന്താണെങ്കിലും ഡോക്ടർമാരെ ഇപ്പോഴും NIA ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുകൂടിയാണ് നമുക്ക് ഇന്ന് മനസ്സിലാകുന്നത്. കാരണം കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഏറെക്കുറെ ചെങ്കോട്ട ഭീകരാക്രമണം കഴിഞ്ഞ് കുറെ നാളുകളായി വിവരങ്ങളിലൊന്നും അധികം പുറത്തേക്ക് വന്നിരുന്ന ഇപ്പോഴും ഈ തരത്തിൽ കോഫി ഷോപ്പ്, അതായത് ഒരു ജൂതനായ ഒരാൾ സ്ഥാപിച്ചൊരു കോഫി ഷോപ്പ് ആക്രമിച്ചുകൊണ്ട് ഇസ്രായേൽ സേനയെ കൃത്യമായ മറുപടി നൽകാനാണ് ഈ ഭീകര സംഘത്തിന് ഉണ്ടായിരുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് ഏതാണ് കോഫി ഷോപ്പ് ശൃംഖല എന്നതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ആ പേര് നൽകാൻ കഴിയാത്തത്. പക്ഷേ ഈ ഡോക്ടർമാരുടെ സംഘത്തെ, വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ ചോദ്യം ചെയ്തതിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം പങ്കുവയ്ക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം ചെങ്കോട്ട സ്ഫോടനത്തിന്റെ നിർണായകമായ വിവരങ്ങളാണ് നോബൽ മാരിക്കാരൻ പങ്കുവച്ചത്.